ഈ ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് എല്ലാ വർഷവും പരീക്ഷിക്കാം ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം ചോദിക്കാം, ഒരു പ്രോബ്ലമായിട്ട് അതിൻ്റെ 2 സബ്ഡിവിഷനായിട്ട് ചോദിക്കാം. ഇപ്പോൾ ഒരു പ്രോബ്ലം 1 മാർക്ക് ക്വസ്റ്റനായിട്ട് ആദ്യത്തെ ഈ സെക്ഷനിൽ നിന്ന്, അതായത് പ്രിൻസിപ്പൽ വാല്യൂ സെക്ഷനിൽ നിന്ന് ഒരു പ്രോബ്ലം ചോദിക്കും. രണ്ടാമത് ആ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് ഒന്നും പിടിക്കണ്ട, ആ പ്രോപ്പർട്ടീസ് എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. രണ്ടാമത്തത് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. മൂന്നാമത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. നാലാമത്തത് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. 5 സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. 6 കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ്. കാരണം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ റിലേഷൻസ് ഫംഗ്ഷൻസിൽ കണ്ടു, അവിടെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് പഠിച്ചിട്ട് നമ്മൾ അവിടെ ഇൻവേഴ്സ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആകണമെങ്കിൽ their composition gives identity. G is known as inverse of f if f of g equal to identity. f of g of x ആണെങ്കിൽ നമ്മൾ g fൻ്റെ ഇൻവേഴ്സ് എന്ന് പറയും. സൈൻ ഇൻവേഴ്സ് എക്സ് സൈനിൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. തിരിച്ചു എഴുതാം, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് കണ്ടാലും ആര് തന്നെ കിട്ടും? ഈ എക്സ് തന്നെ കിട്ടും. ഇതേപോലെ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്, തിരിച്ച് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നതും ആരെന്ന് തന്നെയാണ്? എക്സ് തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സും ആര് തന്നെ? എക്സ് ആണ്. കോട്ട് ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ടും ആര് തന്നെ? എക്സ് ആണ്. കൊസീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് കൊസീക്ക് എക്സും ആര് തന്നെ? ഐഡന്റിറ്റി ആയ എക്സ് തന്നെയാണ്. വീണ്ടും സീക്ക് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സും ആര് തന്നെ? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ ഏതൊരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ അതിൻ്റെ ഇൻവേഴ്സുമായി കോമ്പോസിഷൻ എടുത്താൽ ഐഡന്റിറ്റി കിട്ടും. സൈൻ ഇൻവേഴ്സുമായി കോമ്പോസിഷൻ എടുത്താൽ, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് സൈനുമായി കോമ്പോസിഷൻ എടുത്താൽ ആൻസർ എന്താണ്? ഐഡന്റിറ്റിയാണ്. നമ്മളുടെ ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തത് സെക്കൻഡ് പ്രോപ്പർട്ടി, സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. തിരിച്ച് കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. വീണ്ടും ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. സൈനിന്റെ റെസിപ്രോക്കൽ ആ കൊസീക്ക്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/x ആരായിരിക്കും? കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഒരെണ്ണം മാത്രം പ്രൂവ് ചെയ്ത് കാണിക്കാം, പ്രൂഫ് പഠിക്കേണ്ട. ലെറ്റ് സൈൻ ഇൻവേഴ്സ് 1/x, എനിക്ക് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണല്ലോ തെളിയിക്കണ്ടേ, ഇതിന് ഞാൻ y എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ എനിക്ക് എന്തെന്ന് എഴുതാം? സൈൻ y എന്ന് പറയുന്നത് 1/x ആണ്. therefore x ആരാ? 1/sin y ആണ്. 1/sin y ആരാ? കൊസീക്ക് y ആണ്. therefore കൊസീക്ക് ഇൻവേഴ്സ് x എനിക്ക് എന്തെന്ന് എഴുതാം? y എന്ന് എഴുതാം. ഇതാണല്ലോ നമ്മൾ തുടങ്ങിയത്. y ഈക്വൽ സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞ് തുടങ്ങി. എന്തിൽ എത്തിച്ചേർന്നു? y ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സിൽ എത്തിച്ചേർന്നു. 1 and 2 gives എന്ന് എഴുതാം. 1 and 2 gives സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ഇതേപോലെ എനിക്ക് 6 പേരെയും പ്രൂവ് ചെയ്യാം. പ്രൂഫ് പഠിക്കേണ്ട ആ ഒരു കാര്യം രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ഓർക്കുക. മൂന്നാമത്തെ പ്രോപ്പർട്ടി, third property, sin inverse x plus cos inverse x.
5/2. Tan inverse x plus cot inverse x 5/2. Sec inverse x plus cosec inverse x 5/2. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും കൂടെ കൂട്ടുമ്പോൾ ആൻസർ 5/2 ആണ്. ടാനിൻ്റെയും കോട്ടിൻ്റെയും ഇൻവേഴ്സ് കൂട്ടിയാൽ 5/2 ആണ്. സീക്കിൻ്റെയും കൊസീക്കിൻ്റെയും ഇൻവേഴ്സ് സം ചെയ്താൽ ആൻസർ 5/2 ആണ്. ശ്രദ്ധിച്ച്, എനിക്ക് സൈൻ എക്സ് എന്നുള്ളതിനെ എന്തെന്ന് എഴുതാം? കോസ് 90 മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ. ലെറ്റ് സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് 90 മൈനസ് തീറ്റയാണ്. ഇനി നോക്കിക്കേ, ലെറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നുള്ളതിനെ ഞാൻ y എന്ന് എടുത്താൽ എക്സ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? സൈൻ y എന്ന് എഴുതാലോ. സൈൻ വൈനെ കോസിന്റെ ടൈമിലേക്ക് മാറ്റിയാൽ ഇതനുസരിച്ച് കോസിന്റെ ടൈമിലേക്ക് മാറ്റിയാൽ കോസ് 90 മൈനസ് y എന്ന് എഴുതാലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു എനിക്ക് കോസ് 90 മൈനസ് y എന്ന് കിട്ടി. ഇതിൽ നിന്ന് എനിക്ക് 90 മൈനസ് y എന്ന് എഴുതാം, കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാലോ. സോ 5/2 എന്തെന്ന് കിട്ടി? y പ്ലസ് 5/2 ഈക്വൽ ടു y പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. y ആരാ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് 90 കിട്ടി. അപ്പോൾ എനിക്ക് ഇതിന്റെ പ്രൂഫായി. നിങ്ങൾ പ്രൂഫ് പഠിക്കേണ്ട, ഈ 3 കാര്യങ്ങൾ, 3 റിസൾട്ട് ഓർക്കുക. സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും കൂട്ടുമ്പോൾ 90 ആണ്. ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും കൂട്ടുമ്പോൾ 90 ആണ്. സീക്ക് ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും കൂട്ടുമ്പോൾ 90 ആണ്. നാലാമത്തത് 6 റിസൾട്ടുകളാണ് നമുക്ക്. അതിലെ 4th സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്. ഇത് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, ഇത് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, ഇത് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. എന്നാൽ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്, 3 പേരും പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, ഇതാണെങ്കിൽ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, ഇതാണെങ്കിൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. മാറിപ്പോകരുത്. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു ഒരെണ്ണം പ്രൂവ് ചെയ്യാം. ഇതിനെ ഞാൻ y എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ മൈനസ് എക്സ് ഈക്വൽ ടു സൈൻ y എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ y അഥവാ സൈൻ മൈനസ് y. ദാറ്റ് ഈസ് മൈനസ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ദാറ്റ് ഈസ് y ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതിനെ 2 എന്ന് എടുക്കുക, ഇതിനെ 1 എന്ന് എടുക്കുക. 1 2 കൂടെ കമ്പൈൻ ചെയ്ത് 1 and 2 gives എന്ന് കിട്ടി. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതേപോലെ ഇതിൽ ഒരെണ്ണം പ്രൂവ് ചെയ്യാം. ലെറ്റ് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്. സോ എന്ന് എഴുതാം, കോസ് y ഈക്വൽ ടു മൈനസ് എക്സ്. സോ x is equal to മൈനസ് കോസ് y. മൈനസ് കോസ് തീറ്റ ആരാ? കോസ് 180 മൈനസ് തീറ്റ. അപ്പൊ കോസ് പൈ മൈനസ് y. ഇതിനകത്ത് പൈ മൈനസ് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ y ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അതിനെ 2 എന്ന് വിളിക്കുക. y കോസ് ഇൻവേഴ്സ് എക്സിനെ 1 എന്ന് വിളിക്കുക. 1 and 2 gives എന്ന് എഴുതാം. 1 and 2 gives കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതിന്റെ കൂടെയുള്ള ഇത് 2 നമുക്ക് ഈ രീതിയിൽ പ്രൂവ് ചെയ്യാം. ആദ്യം പ്രൂവ് ചെയ്ത പോലെ ഇത് 2 നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ 4ാമത്തെ റിസൾട്ട് ആയിട്ട് ഈ റിസൾട്ട് ഓർത്തിരിക്കുക. 5ാമത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലം സാധാരണ ചോദിക്കുന്നതാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്
x plus y divided by 1 minus xy. രണ്ടാമത്തത് tan inverse x minus tan inverse y equal to tan inverse of ഇവിടുത്തെ സിമ്പിൾ തന്നെയാണ് ന്യൂമറിക്കൽ വരിക x മൈനസ് y ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള ഓപ്പോസിറ്റ് താഴെ 1 പ്ലസ് എക്സ് വൈ. പ്രൂവ് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് ഒന്നാമതിന് എടുക്കുക. tan ഇൻവേഴ്സ് x എന്നുള്ളതിനെ a എന്ന് വിളിക്കുന്നു, tan ഇൻവേഴ്സ് y എന്നുള്ളതിനെ b എന്ന് വിളിക്കുന്നു. tan ഇൻവേഴ്സ് x a ആണെങ്കിൽ x ഈക്വൽ ആരെന്ന് എഴുതാം, രണ്ട് സൈഡിലും tan എടുക്കുമ്പോൾ tan a, ഇതിൽ നിന്ന് y ഈക്വൽ ടു tan b. ഇനി ഇവിടെ tan ഇൻവേഴ്സ് x പ്ലസ് tan ഇൻവേഴ്സ് y ആണ് കൺസിഡർ ചെയ്യേണ്ടത്, അതുകൊണ്ട് കൺസിഡർ അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കൺസിഡർ ഫോർമുല ഓഫ് കഴിഞ്ഞ വർഷം പഠിച്ച tan a പ്ലസ് b. tan a പ്ലസ് b എന്നതാ tan a പ്ലസ് tan b divided by 1 minus tan a tan b. ഇത് ശ്രദ്ധിച്ച് tan a എനിക്ക് കിട്ടി x, tan b കിട്ടി y, 1 minus tan a tan b x y. ലെഫ്റ്റ് സൈഡ് tan of a എന്ന് പറയുന്നത് tan inverse x പ്ലസ് b എന്ന് പറയുന്നത് tan inverse y ഈക്വൽ ടു കിട്ടിയത് x പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് x. രണ്ട് സൈഡിലും ഇൻവേഴ്സ് tan എടുത്ത്, അപ്പോൾ ലെഫ്റ്റ് സൈഡ് tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy എന്ന് കിട്ടി. ഇതേപോലെ ഇത് പ്രൂവ് ചെയ്യാൻ എന്ത് കൺസിഡർ ചെയ്യണം? ഇതിനെ a എന്ന് വിളിക്കുക, ഇതിനെ b എന്ന് വിളിക്കുക. അപ്പോൾ x is equal to tan a, y equal to tan b. കൺസിഡർ ദ ഫോർമുല tan a minus b കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ ഓർത്തിരിക്കണം. ഈ ബോക്സിൽ വരച്ചിരിക്കുന്ന കാര്യങ്ങൾ റിസൾട്ട് ആയിട്ട് ഓർക്കണം, പ്രൂഫ് പഠിക്കണ്ട. tan 2a എന്ന് പഠിച്ചേ 2 tan a divided by 1 minus tan square a എന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ ഈ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആറാമത്തെ റിസൾട്ട് പഠിക്കുക. 2 tan inverse x എന്ന് പറയുന്നത് tan inverse of 2x by 1 minus h square എന്ന് പറയുന്നത് sin inverse of 2x by 1 plus h square. again ഇതെന്ന് പറയുന്നത് cos inverse of 1 minus h square divided by 1 plus h square. ഇത് മൂന്നും ആരാണ്? 2 tan inverse x ആണ്. ശ്രദ്ധിക്കുക, tan inverse x എന്നുള്ളതിനെ ഞാൻ a എന്ന് വിളിച്ചാൽ അറിയാലോ, x tan a ആണ്. കൺസിഡർ ദ ഫോർമുല tan 2a equal to 2 tan a divided by 1 minus tan square a. Then tan a യുടെ വാല്യൂ ഇവിടെ കൊടുക്കുക, 2x by 1 minus x square എന്നായി by giving x equal to tan a. So എനിക്ക് tan inverse x എന്ന് പറഞ്ഞാൽ a, അപ്പോൾ tan of 2 tan inverse x ലെഫ്റ്റ് സൈഡ് equal to 2x by 1 minus x square. ഇതിൽ നിന്ന് എനിക്ക് 2 tan inverse x എഴുതാം equal to tan inverse of 2x by 1 minus x square എന്ന് കിട്ടി. ഇതൊന്നാമത്തെ ആൻസർ. ഇനി ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്കറിയാം sin 2a ക്ക് ടാന്റെ ടേമിൽ 2 tan a divided by 1 plus tan square a എന്ന് കഴിഞ്ഞ വർഷം പഠിക്കുന്നുണ്ട്. cos 2a അറിയാം, cos 2a ആരാ? 1 minus tan square a divided by 1 plus tan square a എന്ന് പറയുന്നുണ്ട്. ഈ റിസൾട്ടുകളിൽ tan a ക്ക് അവിടെ h എന്ന് കൊടുക്കുക. then sin 2a എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് എഴുതാം? sin of 2 tan inverse x എന്ന് പറയുന്നത് 2x by 1 plus x square എന്ന് കിട്ടും. ഇതിന്റെ അകത്ത് 2 tan inverse x എന്ന് പറയുന്നത് sin inverse of, ഇവിടെ cos of 2 tan inverse x എന്ന് പറയുന്നത് 1 minus x square by 1 plus x square എന്ന് കിട്ടും. അതിൽ നിന്ന് 2 tan inverse x എന്ന് പറയുന്നത് cos inverse of 1 minus x square divided by 1 plus x square. അപ്പോൾ ഇതാണ് ആറാമത്തെ റിസൾട്ട്. അപ്പോൾ ഈ 6 റിസൾട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ റിസൾട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലം എല്ലാ വർഷവും ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് 3 മാർക്കിൻ്റെ ഒരു ചോദ്യമായി ചോദിക്കുന്നു. അത് യാതൊരു മാറ്റവുമില്ലാത്തതാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ 2-2 എക്സസൈസിൽ
2.2 എക്സസൈസിലെ പ്രോബ്ലങ്ങൾ കുറേ ഞാൻ ചെയ്യാം. ബാക്കി നിങ്ങൾ വീട്ടിൽ ചെന്ന് അത് വീട്ടിലിരുന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. 2.2 ഒന്നാമത്തെ പ്രോബ്ലം. പ്രൂവ് ദ ഫോളോയിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തത് ഇതാണ്. 3 sin inverse x എന്ന് പറയുന്നത് sin inverse of 3x minus 4x cube എന്ന് പ്രൂവ് ചെയ്യാൻ. 3 sin inverse x. ഇപ്പോൾ 2 tan inverse x ആണെങ്കിൽ നമ്മൾ ചെയ്തു tan 2 തീറ്റയുടെ ഫോർമുല അല്ലെങ്കിൽ tan 2a ഫോർമുല. 3 sin inverse x ആണെങ്കിൽ sin 3x ഫോർമുല അല്ലെങ്കിൽ sin 3a ഫോർമുല. 3 cos inverse x പ്രൂവ് ചെയ്യണമെങ്കിൽ cos 3a ഫോർമുല. 3 tan inverse x എന്നാണ് ഒരു സംഭവം പ്രൂവ് ചെയ്യേണ്ടത്. യൂസ് ദ ഫോർമുല ഫോർ tan 3 തീറ്റ. ഇവിടെ എനിക്കറിയാം sin 3a എന്നതാ 3 sin a മൈനസ് 4 sin ക്യൂബ് a അല്ലേ. അപ്പോൾ ഇവിടെ 3 sin inverse x അതിലൂടെ നമ്മൾ ചെയ്യേണ്ടത് sin inverse x എന്നുള്ളതിനെ a എന്ന് വിളിക്കുക. അപ്പോൾ x ആരെന്നായി sin a എന്നായി. അപ്പോൾ x sin a എന്ന് ആയാൽ ഇവിടെ കൊണ്ടുപോയി വാല്യൂ കൊടുത്ത് sin 3a sin 3 into a എന്ന് പറയുന്നത് ആരാ sin inverse x. അപ്പോൾ sin 3 sin inverse x എന്ന് പറയുന്നത് 3x minus 4x cube by giving the transformation a equal to sin x. ഇതിൽ നിന്ന് 3 sin inverse x equal to എന്ന് എഴുതാം sin inverse of 3x minus 4x cube. സിമ്പിളാ. ഇതേപോലെ 3 cos inverse x ആണെങ്കിൽ കൺസിഡർ ദ ഫോർമുല cos 3a 4 cos cube a minus 3 cos a. then cos inverse x ന് അവിടെ എന്ന് കൊടുക്കുക. ഇതേപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 3 ഹോംവർക്ക് ചെയ്യണം. നാലാമത്തെ 3 സിമ്പിൾ ആണ്. tan inverse x plus tan inverse y equal to tan inverse of 1/2 എന്ന് പ്രൂവ് ചെയ്യാനാണ്. tan inverse x plus tan inverse y യുടെ ഫോർമുല കൊടുക്കുക. tan inverse of ബ്രാക്കറ്റിൽ x plus y divided by 1 minus xy. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടിക്കോളും. അടുത്ത നാലാമത്തത് ചോദിക്കുന്നതാണ് 2 tan inverse 1/2 plus tan inverse 1/7 equal to tan inverse 31/17 എന്ന് പ്രൂവ് ചെയ്യാൻ. ശ്രദ്ധിച്ച് ഇവിടെ 2 tan inverse x plus tan inverse y എന്നല്ല അത് കിടക്കുക. 2 tan inverse 1/2 എന്നാണ് കിടക്കുക. ആദ്യം ഇവനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 2 tan inverse x ആണ് നമ്മൾ ആറാമത്തെ ഫോർമുല. tan inverse of 2x 2 into 1/2 divided by 1 minus x square 1/2 whole square plus tan inverse 1/7. ആദ്യം ആറാമത്തെ ഫോർമുല ഉപയോഗിച്ച് LHSന്റെ ഫസ്റ്റ് ടേമിനെ സിംപ്ലിഫൈ ചെയ്തു. So tan inverse of 2 into 1/2 1 divided by 1 minus 1/4 3/4 plus tan inverse 1/7. So tan inverse of 4/3 plus tan inverse of 1/7. So tan inverse x plus tan inverse y 9. So tan inverse of x 4/3 plus 1/7 divided by 1 minus xy 4/3 into 1/7. സിംപ്ലിഫൈ ചെയ്ത് 3ഉം 7ഉം കോപ്രൈം ആണ്. കോപ്രൈം ആയതുകൊണ്ട് LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? അവരുടെ പ്രോഡക്റ്റ്. അപ്പോൾ എത്ര കിട്ടണേ? എത്ര കിട്ടും? tan inverse of എത്രയാ? 7 into 4 28 plus 3 by 21 all divided by 21 minus 4 divided by 21 കട്ട് ചെയ്ത് പോയി. 28 3 31. So tan inverse of 31/17 ഇതല്ലേ പ്രൂവ് ചെയ്യുന്നു. 5, 6, 7, 8 ഈ പ്രോബ്ലങ്ങൾ 9, 10 വരെയുള്ള ഈ പ്രോബ്ലങ്ങൾ അതിൻ്റെ ലോവസ്റ്റ് ഫോമിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് സിംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ പ്രോബ്ലങ്ങളിലെല്ലാം tan inverse ടാനുമായി കോമ്പോസിഷൻ എടുക്കുമ്പോഴേ ഐഡൻറ്റിറ്റി കിട്ടും. sin inverse x ആണെങ്കിൽ അത് സൈനുമായി കോമ്പോസിഷൻ എടുക്കുമ്പോഴേ ഐഡൻറ്റിറ്റി കിട്ടും.
കോസ് ഇൻവേഴ്സ് എസ് ആണെങ്കിൽ കോസുമായിട്ട് കോമ്പോസിഷൻ എടുക്കുമ്പോഴേ ഐഡൻറ്റിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടാൻ ഇൻവേഴ്സ് ഓഫ് ആ ബ്രാക്കറ്റിലുള്ള എക്സിലുള്ള എക്സ്പ്രഷനെ ഒരു ടാനിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം അവിടെ കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്കതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. ഒന്നാമത്തെ പ്രോബ്ലം എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ്, അതായത് അഞ്ചാമത്തതിൽ റൂട്ട് 1+x² -1 ഓൾ ഡിവൈഡഡ് ബൈ എക്സ് എന്നാണ് തന്നിരിക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഈ റൂട്ട് 1+x². അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് a² + x² അല്ലെങ്കിൽ റൂട്ട് ഓഫ് 1+x² എന്നാണ് തന്നേക്കുന്നതെങ്കിൽ റാഡിക്കൽ പോകണം. ഒപ്പം അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യണമെങ്കിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. എക്സിന് ഒന്നുകിൽ ടാനിൻ്റെയോ കോട്ടിൻ്റെയോ ടേമിൽ കൊടുക്കുക. ഇവിടെ a² + x² ആണെങ്കിൽ എ ടാനെന്നോ എ കോട്ടെന്നോ കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു പെർഫെക്റ്റ് സ്കോർ ആകും. കാരണം റാഡിക്കൽ പോകണമെങ്കിൽ ഉള്ളിൽ ഒരു പെർഫെക്റ്റ് സ്കോർ വന്നേ പറ്റൂ. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്കോർ ആകണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നത് എ ടാൻ കൊടുക്കാം, അല്ലെങ്കിൽ എ കോട്ട് കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ ടാനെന്നോ കോട്ടെന്നോ കൊടുത്താൽ മതി. കാരണം എ ടാൻ എന്ന് കൊടുത്താൽ a² + a² tan² θ എന്ന് വരും. അപ്പോൾ എ സ്കോർ പുറത്തെടുക്കാം. അപ്പോൾ വെളിയിൽ വരുമ്പോൾ എ ആയി. അപ്പോൾ റൂട്ടിനുള്ളിൽ പിന്നെ 1+ tan² ഉള്ളൂ. 1+ tan² എന്ന് പറയുന്നത് ആരാണ്? c² ആണ്. അപ്പോൾ അത് ഒരു പെർഫെക്റ്റ് സ്കോർ, അതായത് a² c² എന്ന് വരും. എ കോട്ട് കൊടുത്താൽ ഇതെന്ന് കിട്ടും, a² + c² എന്ന് വരും. അപ്പോൾ റൂട്ടിനുള്ളിൽ പെർഫെക്റ്റ് സ്കോർ ആണ്. റൂട്ട് എടുക്കുമ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിൽ ഒരു പെർഫെക്റ്റ് സ്കോർ വന്നാലേ റാഡിക്കൽ എനിക്ക് മാറ്റാൻ പറ്റൂ. അപ്പോൾ അതിനാണ് ആ ട്രാൻസ്ഫോർമേഷൻ. ഇനി വെറുതെ എയുടെ സ്ഥാനത്ത് 1 ആണെങ്കിൽ, a² 1 ആണെങ്കിൽ വെറുതെ ടാനെന്നോ കോട്ടെന്നോ കൊടുത്താൽ മതി. ഇനി റൂട്ട് a² - x² റൂട്ട് 1 - x². a² - x² ആണെങ്കിൽ a സൈൻ എന്നോ a കോസ് എന്നോ കൊടുക്കാം. ഇവിടെ ആണെങ്കിൽ വെറുതെ സൈൻ എന്നും കോസ് എന്നും കൊടുത്താൽ മതി. ഇനി റൂട്ട് x² - a² അല്ലെങ്കിൽ റൂട്ട് a² - 1 ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ എ സിക്ക് പോസിബിൾ ആണ്, എ കൊസീക്കും കൊടുത്താൽ കറക്റ്റ് പെർഫെക്റ്റ് സ്കോർ ആകും. ഇതാണെങ്കിൽ സീക്കൊന്നോ കൊസീക്കൊന്നോ കൊടുത്താലും ഉള്ളിൽ ആരായിക്കോളും, പെർഫെക്റ്റ് സ്കോർ ആയിക്കോളും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇതിന് ഈ റാഡിക്കൽ പോകണം. ദാറ്റ് മീൻസ് റാഡിക്കൽ പോകണമെങ്കിൽ ഈ റാഡിക്കൽ സിമ്പിളിനുള്ളിൽ ഒരു പെർഫെക്റ്റ് സ്കോർ വരണം. അപ്പോൾ അതിനുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുക്കും. ഇവിടെ എനിക്ക് ടാനെന്നാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കോട്ടെന്ന് കൊടുക്കാതെ ടാനെന്ന് കൊടുക്കുക. അപ്പോൾ x = ഞാൻ ടാൻ തീറ്റ എന്ന് എടുത്താൽ റൂട്ട് 1+x² - 1/x എന്ന് പറയുന്നത് ആരുമായി? 1+ tan² c² ആണ് റാഡിക്കൽ എടുക്കുമ്പോൾ. sec θ - 1 ഡിവൈഡ് ബൈ ടാൻ തീറ്റ എന്നായി. LC എടുക്കുക. 1/cos θ - 1 ഡിവൈഡ് ബൈ sin θ cos θ എന്നായി. ദാറ്റ് ഈസ് 1 - cos θ ഡിവൈഡഡ് ബൈ sin θ എന്നായി. ഡിനോമിനേറ്റർ കോസ് അവിടെ കട്ട് ചെയ്ത് പോയി. 1 - cos θ എന്ന് പറയുന്നത് സബ് മൾട്ടിപ്പിൾ ആയതനുസരിച്ച് 2 sin² θ/2 ആണ്. sin θനെ 2 sin θ/2 cos θ/2 എന്ന് എഴുതാം. again 2 sin θ/2 കട്ട് ചെയ്തിട്ട് എനിക്ക് sin θ/2 cos θ/2 എന്ന് കിട്ടും. that is equal to tan θ/2. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ടാനിലുള്ള ഒരു എക്സ്പ്രഷനിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ ഇത് tan ഇൻവേഴ്സ് ഓഫ് tan θ/2 ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? θ/2 എന്ന് കിട്ടി. എക്സ് ടാൻ തീറ്റ അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ തീറ്റ എന്നതാ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ കൊടുക്കുക. സോ ആൻസർ എന്ന് കിട്ടി 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ ഹാഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ അഞ്ചാമത്തതിന്റെ ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√x² - 1. ഓക്കെ, x² - a² എന്തെന്നാ? x² - 1 ആണെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം? 1/√x² - 1. എൻ്റെ ലക്ഷ്യം ഈ എക്സ്പ്രഷൻ ഒരു ടാൻ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്കോർ ആണെങ്കിൽ എക്സിന് കൊടുക്കാവുന്ന ട്രാൻസ്ഫോർമേഷൻ ഏതാ? കൊസീക്കോ സീക്കോ. അപ്പോൾ ഇവിടെ സീക്ക് വന്നാൽ ടാനിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനെ c² θ - 1 എന്ന് എഴുതാം. x = sec θ എന്ന് കൊടുത്താൽ x = sec θ എന്ന് കൊടുത്താൽ c² θ - 1 ആരാ? c² θ - 1 ആരാ? സീക്കോ കൊസീക്കോ കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ x = sec θ കൊടുത്താൽ c² θ - 1. c² θ - 1 ആരാ? tan² θ
കൂട്ടെടുക്കുമ്പോൾ ടാൻ തീറ്റ, അപ്പോൾ അതിങ്ങനെ 1 ടാൻ തീറ്റ എന്നായി. 1 ടാൻ തീറ്റ ആരാ? കോട്ട് തീറ്റ എന്നായി. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√x² - 1 എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുകയില്ല. കോട്ടിനെ എനിക്ക് ടാനിലേക്ക് മാറ്റാം. മാറ്റിയെന്ന് കിട്ടും 90 - തീറ്റ ടാൻ 90 - തീറ്റ കോട്ട് തീറ്റയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് π/2 - തീറ്റ, ദാറ്റ് ഈസ് π/2 - x is equal to sec θ അല്ലേ? അപ്പോൾ sec θ എന്നതാ? sec inverse x. π/2 - sec inverse x. π/2 - sec inverse x ആരാ? cosec inverse x. അപ്പോൾ നിങ്ങൾ cosec θ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ cosec inverse x എന്ന് കിട്ടും. cosec inverse x എന്ന് പറയുന്നതാണ് π/2 - sec inverse x. കാരണം എന്താ? cosec inverse x ഉം sec inverse x കൂടെ കൂട്ടിയാൽ ആൻസർ π/2 ആ. അപ്പോൾ cosec inverse x എന്ന് പറയുന്നത് π/2 - sec inverse x ആണ്. അല്ലെങ്കിൽ sec inverse x എന്ന് പറയുന്നത് π/2 - cosec inverse x ആണ്. അപ്പോൾ ഒരു കാര്യം ഇവിടെ ഓർക്കുക. ഏഴാമത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് 3 ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലം മുഴുവൻ ചെയ്യുക. √1 - cos x ഡിവൈഡഡ് ബൈ 1 + cos x. സിംപ്ലിഫൈ ചെയ്യണം. ഈ എക്സ്പ്രഷൻ ടാൻ ആകണം. സിമ്പിൾ ആണ്. 1 - cos നമുക്കറിയാം. √1 - cos x ബൈ 1 + cos x. 1 - cos x സബ് മൾട്ടിപ്ലൈ അനുസരിച്ച് 2 sin² x/2 ആണ്. താഴെ 2 cos² x/2 ആണ്. 2 2 കട്ട് ചെയ്തു. tan² x/2 റാഡിക്കൽ എടുക്കുമ്പോൾ tan x/2. അപ്പോൾ ഇത് ആരെന്നായി? tan ഇൻവേഴ്സ് ഓഫ് tan x/2. ആൻസർ എന്നത് കിട്ടും x/2. ഇതാണ് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം. ഒൻപതാമത്തത് tan ഇൻവേഴ്സ് ഓഫ് cos x - sin x divided by cos x plus sin x. ശ്രദ്ധിക്കുക. Consider cos x minus sin x divided by cos x plus sin x. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ട്രിഗണോമെട്രി ചെയ്തതാണ്. ഡിവൈഡിങ് ബൈ cos x. ത്രൂ ഔട്ട് cos x വെച്ച് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്ത് അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x. കാരണം എൻ്റെ ലക്ഷ്യം ഇത് tan ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 1നെ എനിക്ക് ആദ്യം എഴുതുക. tan π/4 മൈനസ് tan x. താഴത്തെ ഒന്നിനെ മാറ്റരുത്. 1 പ്ലസ് വെറും tan x എന്നേ ഉള്ളൂ. അതിനെ 1 × tan x എന്ന് എഴുതാം. 1 എന്ന് പറഞ്ഞാൽ ആരാ? tan π/4 ഇൻറ്റു tan x. എന്തിനാ അങ്ങനെ എഴുതി? tan a മൈനസ് tan b ഡിവൈഡ് ബൈ 1 പ്ലസ് tan a tan b എന്നാക്കാൻ. അപ്പോൾ ഇത് ആരാ? tan a മൈനസ് b tan π/4 മൈനസ് x. അപ്പോൾ cos x മൈനസ് sin x ബൈ cos x പ്ലസ് sin x എന്ന് പറയുന്നത് ആരാ? tan π/4 മൈനസ് x. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഒരു ചോദ്യം, cos x പ്ലസ് sin x ബൈ cos x മൈനസ് sin x ആരാ? tan π/4 പ്ലസ് x. അപ്പോൾ ഇത് ആരെന്നായി? tan ഇൻവേഴ്സ് ഓഫ് tan π/4 മൈനസ് x. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്ന് കിട്ടും π/4 മൈനസ് x. അപ്പോൾ ഇവിടെ cos x പ്ലസ് sin x ബൈ cos x മൈനസ് sin x ആണെങ്കിൽ ആൻസർ എന്ന് വരും π/4 പ്ലസ് x എന്ന് വരും. 9 ഒന്ന് ചെയ്ത് നോക്കുക. 10ാമത് tan ഇൻവേഴ്സ് ഓഫ് 3a² x മൈനസ് x³ ഓൾ ഡിവൈഡഡ് ബൈ a³ മൈനസ് 3ax². ഇതിനെ ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റാനാണ് ആവശ്യപ്പെട്ടേക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ബ്രാക്കറ്റിലുള്ള എക്സ്പ്രഷൻ ആരിലേക്കാവണം? ടാനിലേക്ക് വന്നാലേ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കൺസിഡർ 3a² x മൈനസ് x³ ഡിവൈഡഡ് ബൈ a³ മൈനസ് 3ax². ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള എന്റെ ഹയസ്റ്റ് എക്സ്പൊണന്റിനോട് ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യും. എയുടെ ഹയസ്റ്റ് എക്സ്പൊണന്റ് ഇവിടെ a³ ആണ്. a³ വെച്ച് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്താൽ മേളില് 3x/a, അടുത്തത് x³ ബൈ a³. ഫസ്റ്റ് ടൈം 1 മൈനസ് 3x² ബൈ a². ഇതാണ് നമുക്ക് അവിടെ കിട്ടുക. ഇനി പുട്ട് x/a ഈക്വൽ ടു tan θ എന്ന് കൊടുക്കുക. x/aക്ക് പകരം tan θ എന്നായാൽ ഈ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? 3 tan θ മൈനസ് tan³ θ
divided by 1 minus 3 tan square theta. ഇത് ആരുടെ ഫോർമുല? tan 3 തീറ്റയുടെ. അപ്പോൾ എസ് ബൈ എക്ക് ഞാൻ tan തീറ്റ എന്ന് കൊടുത്താൽ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ tan 3 തീറ്റയാണ്. അപ്പോൾ ആദ്യം ചെയ്തു ഇവിടെ എയുടെ ഹൈയസ്റ്റ് പവർ കൊണ്ട്, കാരണം ടാനിന്റെ ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ടാനിന്റെ ഫോമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ടാനിന്റെ ഏതെങ്കിലും റിസൾട്ട് അവിടെ വരണം. ടാനിന്റെ ഏത് റിസൾട്ട് എടുത്താലും ടാൻ എ പ്ലസ് ബിയോ ടാൻ എ മൈനസ് ബിയോ ടാൻ 2a ടാൻ 3a ഏത് 4 റിസൾട്ട് ടാൻ നമ്മൾ പഠിച്ച് ഏത് റിസൾട്ട് എടുത്താലും ഡിനോമിനേറ്റർ ഓഫ് ദ ഫസ്റ്റ് ടേം ഷുഡ് ബി 1. അവിടെ അതിന് പകരം ആര് കിടക്കണോ അത് വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം എസ് ബൈ എക്ക് ഞാൻ ടാൻ തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ ഈ എക്സ്പ്രഷൻ ആരായി? ടാൻ 3 തീറ്റയായി. അപ്പോൾ ഇത് ബിക്കം ഗിവൺ എക്സ്പ്രഷൻ ബിക്കം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3 തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 തീറ്റ. ആരാ? എസ് ബൈ എ എന്ന് പറയുന്നതാണ് ടാൻ തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നാന്ന് കിട്ടി? 3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. കാരണം എക്സ് ബൈ എ ടാൻ തീറ്റയാ. അപ്പോൾ തീറ്റ ആരാ? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. രണ്ട് സൈഡിലും ടാൻ ഇൻവേഴ്സ് എക്സ് എടുത്തു. അപ്പോൾ ആൻസർ അതിന്റെ സിംപ്ലസ്റ്റ് ഫോം 3. അപ്പോൾ ഈ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഈ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എനിക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. 3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. 11 ഹോംവർക്ക് ചെയ്യാം. 13ഉം 15ഉം ഇവിടെ ചെയ്യാം. ടാൻ ഓഫ് 1/2 ഇൻറ്റു ബ്രാക്കറ്റിൽ സൈൻ ഇൻവേഴ്സ് 2x by 1 plus x square plus cos inverse 1 minus y square divided by 1 plus y square. ഇതിന്റെ വാല്യൂ കാണാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ഇതാരാ? sin inverse 2x by 1 plus x square 2 tan inverse x. ഇതാരാ? 2 tan inverse y. നമ്മുടെ ആറാമത്തെ റിസൾട്ട്. So given expression is tan of 1/2 into first term 2 tan inverse x. Second term 2 tan inverse y. ആറാമത്തെ റിസൾട്ട് by result 6. Then ഈ 2 കോമൺ ആയിട്ട് വെളിയിലേക്ക് മാറ്റാം. വെളിയിൽ കിടക്കുന്ന 1/2 കട്ട് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെ tan ഓഫ് ബ്രാക്കറ്റിൽ tan inverse x plus tan inverse y. നമ്മളുടെ ഫോർത്ത് റിസൾട്ട് ഫോർമുല tan ഓഫ് tan inverse of x plus y divided by 1 minus xy. tan of tan inverse from ഒന്നാമത്തെ പ്രോപ്പർട്ടി that is x plus y divided by 1 minus xy. ആൻസർ x plus y divided by 1 minus xy. കൂടി ചെയ്തേക്കാം. സൈൻ ഓഫ് sin inverse 1/5 plus cos inverse x equal to 1. Then what is x? ശ്രദ്ധിച്ചേ. ആദ്യം sin inverse 1/5 plus cos inverse x equal to sin inverse 1 എന്ന് എഴുതാം. sin എപ്പോഴാ 1 വരുന്നത്? 90 ഡിഗ്രിക്ക്. അപ്പോൾ sin inverse 1 ആരാ? which is pi/2. Then sin inverse നമ്മുടെ പ്രോപ്പർട്ടി ഏതാ? sin inverse x plus cos inverse x equal to pi/2 ആണെങ്കിൽ what is x? x is equal to, since sin inverse x plus cos inverse x equal to pi/2 ആണ്. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ x എന്ന് പറയുന്നത് ആരെന്ന് കിട്ടും? x is equal to 1/5. മൾട്ടിപ്പിൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. 15ാമത്തെ tan inverse of x minus 1 divided by x minus 2 plus tan inverse of x plus 1 divided by x plus 2 equal to pi/4 ആണ്. അങ്ങനെയെങ്കിൽ what is the value of x? ശ്രദ്ധിച്ച്, ലെഫ്റ്റ് സൈഡിൽ tan inverse plus tan inverse യുടെ ഫോർമുല tan inverse of x minus 1 by x minus 2 plus x plus 1 divided by x plus 2 divided by 1 minus x minus 1 by x minus 2 into x plus 1 by x plus 2.
ഈക്വൽ ടു ആരെന്ന് എഴുതാം പൈ ബൈ 4. സോ x minus 1 by x minus 2 plus x plus 1 by x plus 2 divided by 1 minus x minus 1 by x minus 2 into x plus 1 by x plus 2 equal to എന്ന് എഴുതാം tan pi by 4. tan pi by 4 equal to 1. രണ്ട് സൈഡിലും tan എടുത്തതാണ്. LC എടുക്കുക. x minus 1 into x plus 2 x plus 1 into x minus 2 all by x minus 2 into x plus 2 all divided by right side എഴുതാം. LC എടുത്താൽ x minus 1 into x plus 2 x plus 1 into x minus 2 all by x minus 2 into x plus 2 all divided by x minus 2 into x plus 2 minus x minus 1 into x plus 1. അതിന്റെ താഴെ x minus 2 into x plus 2. This is equal to 1 എന്ന് കിട്ടും. കോമൺ ഡിനോമിനേറ്ററിൽ കട്ട് ചെയ്തു. മേളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ x സ്ക്വയർ പ്ലസ് x മൈനസ് 2. അടുത്ത പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 all divided by x square minus 4 minus of x square minus 1 a plus b into a minus b equal to 1. Cross multiply ചെയ്തേ x square plus x minus 2 x square minus x minus 2 equal to ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x square minus x square പോകും. മൈനസ് 4 പ്ലസ് 1 വരും. മൈനസ് 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3 തന്നെ. പ്ലസ് എക്സ് മൈനസ് എക്സ് കട്ട് ചെയ്തു. 2x സ്ക്വയർ മൈനസ് 4 ഈക്വൽ ടു മൈനസ് 3. 2x സ്ക്വയർ ഈക്വൽ ടു 1. x സ്ക്വയർ ഈക്വൽ ടു 1/2. x is equal to plus or minus 1/√2. പതിനാറ് 17 ഈ പ്രോബ്ലങ്ങൾ 19 ഇതൊക്കെ പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. 16 ഇതാണ്. ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ശ്രദ്ധിക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് എന്ന് പഠിച്ചേക്കുന്നതുകൊണ്ട് ആൻസർ 2π/3 എന്ന് എഴുതരുത്. ഇത് തെറ്റാണ്. ഇവിടെ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -90ക്കും അതായത് -12π പ്ലസ് 12π ഇടയ്ക്കായിരിക്കണം. 2/3 എന്ന് പറയുമ്പോൾ ഏകദേശം അത് 0.66 ആണ്. അത് 0.5നേക്കാൾ 12πയേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 സൈൻ പൈ മൈനസ് സൈൻ തീറ്റയെ സൈൻ 180 മൈനസ് തീറ്റ എന്ന് എഴുതാം. 2π മൈനസ് 2π/3 എന്ന് എഴുതാം. സൈൻ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. ഇനി ഇതാരാ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3π ൽ നിന്ന് 2π കുറയ്ക്കുമ്പോൾ π/3. ദാറ്റ് ഈസ് ഈക്വൽ ആൻസർ എന്നതാണ്. ഇസ് നോട്ട് 2π/3. ആൻസർ π/3 ആണ്. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 2π/3 അല്ല, പിന്നെ എത്രയാ π/3 ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒത്തിരി പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ അടുത്ത ഒരു പ്രോബ്ലം നിങ്ങളുടെ 17 tan ഇൻവേഴ്സ് ഓഫ് tan 3π/4. ശ്രദ്ധിച്ചേ 3/4 0.75 ആണ്. ടാൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ -90 പ്ലസ് 90ക്ക് ഇടയ്ക്കാണ്. അപ്പോൾ ഇത് അതിന് ആ ബ്രാഞ്ചിന് ഔട്ട് സൈഡിലാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4നെ എന്തെന്ന് എഴുതാം? 3π/4നെ ടാൻ 3π/4നെ എന്തെന്ന് എഴുതാം? ശ്രദ്ധിച്ചേ π മൈനസ് π/4 എന്ന് എഴുതാം. അപ്പോൾ π മൈനസ് π/4 എന്ന് എഴുതി. π മൈനസ് π/4 എന്ന് പറയുമ്പോൾ 3π/4 ആണ്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ്
ടാൻ മൈനസ് പൈ ബൈ 4. കാരണം ടാൻ 180 മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റയാണ്. സോ ആൻസർ കിട്ടും മൈനസ് പൈ ബൈ 4 എന്ന് കിട്ടും. മൈനസ് പൈ ബൈ 4 എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ മൈനസ് 90 പ്ലസ് 90 ഇടയ്ക്കാണ്. സോ ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇറ്റ് ഈസ് നോട്ട് 3 പൈ ബൈ 4. ആൻസർ എത്രയാ? മൈനസ് പൈ ബൈ 4. അടുത്തത് ഒരെണ്ണം കൂടി cos inverse cos 7 pi by 6. നോക്കാം 7 ബൈ 6 0 പൈക്ക് വെളിയിലാണ്. അപ്പോൾ ഒന്ന് എഴുതാം cos inverse of cos 2 pi minus 5 pi by 6. 12 5 പോയാൽ 7 അല്ലേ? അപ്പൊ അങ്ങനെ എഴുതാം. അപ്പോൾ ഇതാരാ? cos inverse of cos 5 pi by 6. That is equal to 5 pi by 6. 5 by 6 എന്ന് പറഞ്ഞാൽ ഒന്നി താഴെയാണ്. belongs to closed interval 0 pi. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് it is not 7 pi by 6. കാരണം 7 by 6 എന്ന് പറയുന്നത് 1 pi യേക്കാൾ കൂടുതലാണ്. അപ്പോൾ 5 pi by 6. നിങ്ങളുടെ മിസ്സലേനിയസിൽ 1-2 പ്രോബ്ലങ്ങൾ കിടപ്പുണ്ട്. അതായത് 13 pi by 6. അത് നമുക്ക് എന്തെന്ന് എഴുതാം? 2 pi plus pi by 6 എന്ന് എഴുതാം. 2 pi plus pi by 6 എന്ന് പറയുമ്പോൾ pi by 6 ആണ്. tan inverse of tan 7 pi by 6 pi plus pi by 6 എന്ന് എഴുതാം. അപ്പോൾ ചെയ്യുക. അത് ചോദിച്ചിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്.